ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അതിഥിനി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തരാനായിട്ടാണ് ചേച്ചി വന്നിരിക്കുന്നത്. ഇത് ഞാൻ ചെയ്ത് നോക്കി പരീക്ഷണം ചെയ്ത് ഈ കാര്യം ഞാൻ ചെയ്ത് നോക്കുമ്പോൾ നല്ല സൂപ്പറായിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ നല്ല ബെസ്റ്റ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാനിതൊരു വീഡിയോയിൽ കണ്ടതാണ്. പക്ഷേ ഞാൻ ഈ വീഡിയോ എന്തെങ്കിലും കാണുവാണെങ്കിൽ അത് ഞാൻ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കി. നല്ലതാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കണ്ടെന്നും പറഞ്ഞു വന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരത്തില്ല. അതുകൊണ്ട് നിങ്ങളിത് പരീക്ഷിച്ചേ മതിയാവും. നമ്മുടെ ഫെവിക്കോൾ വേറെ മാറി നിൽക്കുക. അത്രയ്ക്ക് നല്ല കട്ടിയുള്ള പശയാണ്. എന്തൊക്കെ സാധനം ഒട്ടിച്ചാലും അതിൽ നിന്ന് വിട്ടു വരത്തില്ല. അത്രയ്ക്ക് കട്ടിയുള്ള പശ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയട്ടെ. അതിന് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കടയിൽ നിന്ന് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കുമ്പോഴേ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അത് പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ സൈഡിലെല്ലാം തെർമോക്കോൾ കാണും ഇല്ലേ. നമ്മളതെന്തോ ചെയ്യും, തെർമോക്കോൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ സാധനങ്ങൾ എടുത്തിട്ട് തെർമോക്കോൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ദൂരെ വലിച്ചെറിയും. പക്ഷേ വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ അത് കളയത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് ദിവസം ഒരു വീട്ടിൽ താമസിച്ചിട്ട് പിന്നെ അവർ കാലിയാക്കാൻ പറയുമ്പോൾ നമ്മൾ വീണ്ടും വേറൊരു സ്ഥലത്ത് പോകണം. അപ്പോഴും നമ്മൾ ഈ തെർമോക്കോൾ എടുത്തിട്ട് അതിനകത്ത് വെച്ചിട്ട് നമുക്ക് ആ സാധനങ്ങൾ വീണ്ടും കൊണ്ടുപോകണം. അതുകൊണ്ട് വാടക വീട്ടിൽ മിക്ക ദിവസം തെർമോക്കോൾ കാണും. പറഞ്ഞു വരുന്ന ചേച്ചി വെച്ചിട്ടുണ്ടേ. അതുകൊണ്ടാണ് ചേച്ചി വാടകയ്ക്കല്ലേ താമസിക്കുന്നത്. അപ്പോൾ സ്വന്തം വീടുള്ളവരാണ് ഓരോ സാധനങ്ങൾ പുതിയ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിനടിയിൽ ഇതുപോലെ സൈഡിലൊക്കെ കാണും തെർമോക്കോൾ ഒരുപാട് കാണും. ടി വി ഒക്കെ വാങ്ങുമ്പോഴൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അതുപോലെ ഫ്രിഡ്ജ്, മിക്സി എല്ലാം വാങ്ങുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഇതുവരെ നമുക്ക് തെർമോക്കോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യായിരിക്കും. ചിലപ്പോൾ ക്രാഫ്റ്റൊക്കെ പഠിച്ചവർക്കാണെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ അതൊന്നും ഇല്ലാത്ത ഒരു ഹൗസ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നും അറിയാൻ വയ്യാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും? തെർമോക്കോൾ കൊണ്ടുവന്ന് വലിച്ചങ്ങ് ദൂരെ കളയും. അതവിടെ കിടന്നുകൊണ്ട് മാലിന്യമായി അവിടെ കിടന്ന് നമുക്കെല്ലാം ഒരുപാട് ദോഷങ്ങൾ തരും. അതുകൊണ്ട് ഇനി നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഈ തെർമോക്കോൾ എല്ലാം എടുത്ത് അങ്ങോട്ട് വയ്ക്കണം. വച്ചിട്ട് എന്ത് വേണമെന്നറിയാമോ? നിങ്ങൾ കടയിൽ പോയിട്ട് കുറച്ച് പെട്രോൾ മേടിക്കണം. ഒരു ശകലം പെട്രോൾ, ഒരു കുപ്പിയിൽ പകുതി. അപ്പോൾ നമ്മുടെ 7-അപ്പിൻ്റെയൊക്കെ ബോട്ടിലുണ്ടല്ലോ, അതിൻ്റെ പകുതി പെട്രോൾ. നിങ്ങൾക്ക് എത്ര പശ വേണോ അത്രയും പെട്രോൾ. അങ്ങനെ നിങ്ങൾ പെട്രോൾ മേടിച്ചിട്ട് വരണം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പെട്രോള്, തെർമോക്കോള്, ഒരു കമ്പ്, അത് ഒഴിച്ച് വെക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ തട്ടമോ അല്ലെങ്കിൽ ചിരട്ട. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ ചിരട്ടയായാലും മതി. എല്ലാം വേസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഒരു ചിരട്ടയിൽ, ഇപ്പോൾ നമുക്ക് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഒരു ചിരട്ടയിലോട്ട് കുറച്ച് പെട്രോൾ ഒഴിക്കണം. പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഈ തെർമോക്കോൾ ചെറുതായിട്ട് പിച്ച് അതിനകത്ത് അങ്ങ് ഇടണം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ തെർമോക്കോൾ അതിനകത്ത് ഇടുമ്പം തന്നെ നമുക്ക് ആ തെർമോക്കോൾ കാണാനേ കഴിയത്തില്ല. അത് അത്രയ്ക്ക് പെട്രോൾ വലിച്ചെടുത്തിട്ടേ ഇരിക്കും. അപ്പോൾ നമ്മൾ എത്രമാത്രം തെർമോക്കോൾ അതിലിടുന്നോ പെട്രോൾ അതിൽ നിന്ന് ശുദ്ധമായി മാറിയിരിക്കും. ആ പെട്രോൾ മൊത്തം തെർമോക്കോൾ വലിച്ചെടുത്തിട്ട് നല്ലൊരു സ്പോഞ്ച് രൂപത്തിൽ കട്ടിയായിട്ടിരിക്കും. അതായത് നമ്മൾ ചീനിയെല്ലാം കഴിക്കുമ്പോൾ കുറുക്കൽ കണ്ടിട്ടില്ലേ, അതുപോലെ കട്ടിയാവണം ഈ തെർമോക്കോളിലെ പെട്രോളിനകത്ത് ഇടുമ്പോൾ. ഒരു കമ്പനി കറക്കി നോക്കുമ്പോൾ അത്രയ്ക്ക് കട്ടി ഉണ്ടാവണം. അങ്ങനെ പെട്രോളിനകത്തോട്ട് നമ്മൾ തെർമോക്കോൾ ഇട്ടിട്ടിരിക്കുമ്പോൾ ലാസ്റ്റിലാകുമ്പം നമ്മൾ ആ പെട്രോൾ കാണത്തില്ല. അത് ഇത്ര ഈ തെർമോക്കോൾ വലിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു കമ്പ് ഉപയോഗിച്ചിട്ട് അത് നല്ലതായിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് നിങ്ങൾക്ക് ഈ വീട്ടിനകത്ത് എന്തെങ്കിലും സാധനങ്ങൾ പൊട്ടിയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ, അതായത് പ്ലാസ്റ്റിക് കുടങ്ങളോ പ്ലാസ്റ്റിക്കോ പൈപ്പുകളോ അല്ലെങ്കിൽ മെറ്റലിൻ്റെ വല്ലതോ, നിങ്ങൾക്ക് എന്ത് ഉടഞ്ഞതായാലും ആവട്ടെ, ഡ്രമ്മുകളോ, പിന്നെ സ്നേഹമതിലൊക്കെ ഓരോരുത്തർ കണ്ടിട്ടില്ലേ, സ്നേഹമതിൽ ഇങ്ങനെ അടുക്കി വെക്കുന്നത്, അതിനൊക്കെ പൊട്ടൽ വീഴാറുണ്ടല്ലേ, അതോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതും കൊണ്ട് ഒട്ടിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഇത് കലക്കിയ പശ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന പൊരുൾ ഏതാണോ പൊട്ടിയിരിക്കുന്നത് അതിനകത്ത് ഈ പശ വെച്ച് തേച്ച് ഒട്ടിയിരുന്ന. പക്ഷേ ഇത് ഒട്ടി വെച്ചിട്ട് 30 മണിക്കൂർ കഴിയണം, എന്നിട്ടേ നിങ്ങളത് ഉപയോഗിക്കാവൂ. അത് കഴിഞ്ഞിട്ട് ഈ ചോരുന്ന പാത്രത്തിൽ നിങ്ങൾക്ക് വെള്ളം കോരുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഒരു കാരണവശാലും നമ്മളിനി എങ്ങനെയൊക്കെ അതിനെ പിടിച്ചാലും ശരി അത് ഇളകി വരത്തില്ല. അതിന് ഞാൻ ഗ്യാരണ്ടി. ഞാനത് പരീക്ഷിച്ച് നോക്കിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ കൊടുത്ത് കഴിഞ്ഞാൽ ചേച്ചി കിട്ടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം, കമൻ്റ് ഇടണം, ലൈക്ക് ഇടണം. പിന്നെ നിങ്ങൾ ചീത്ത പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും ചേച്ചി നിങ്ങളോടൊപ്പം ഉണ്ട്. എനിക്ക് നിങ്ങളോട് ആരോടും വൈരാഗ്യമോ ഒന്നുമില്ല. എൻ്റെ സന്തോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ചേച്ചി വരുന്നത് വരെ